ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിലൂടെ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ കൂടുതൽ വേറൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇഫ് യു വാണ്ട് ടു ബിക്കം എ പ്രോഫിറ്റ് ട്രേഡർ, ഒറ്റ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഒന്നുമല്ല റിയാലിറ്റി എന്നാന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിയാലിറ്റിയെ പറ്റി മനസ്സിലാക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ട്രേഡ് ചെയ്തോ ഇൻവെസ്റ്റ് ചെയ്തോ ഏത് മുഖേന വേണം നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ പോയിന്റിലോട്ട് പോകാം. ഒന്നാമത്തെ റിയാലിറ്റി എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയ പറയുന്നത് എല്ലാവരും ട്രേഡിങ് ഇപ്പോൾ എവിടെ നോക്കിയാലും ട്രേഡിംഗ് ആണ്. ഇൻസ്റ്റാഗ്രാം നോക്കിയാലും ട്രേഡിംഗ് ആണ്, യൂട്യൂബ് നോക്കിയാലും എവിടെ നോക്കിയാലും ട്രേഡിംഗ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചാനലുകളും മറ്റുള്ളതാണ് കാണുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ടെലഗ്രാം ചാനൽ എടുത്ത് നോക്കി അറിയാം. അതായത് ടെലഗ്രാമിൽ മൂവി ഡൗൺലോഡ് ചെയ്യുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഈ ഗ്രൂപ്പുകളെല്ലാം നമുക്ക് മൂവി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് ചെയ്യണം. അതായത് ഹിന്ദിക്കാർ ഒരുപാട് ഈ ട്രേഡിംഗ്, ഫോറസ്റ്റ് ട്രേഡിംഗ്, ആ ട്രേഡിംഗ്, ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് ചാനലുകളുണ്ട്. അതിനകത്തൊന്നും ഒരിക്കലും കൊണ്ട് തലവെച്ച് കൊടുക്കാൻ പാടില്ല. അതെല്ലാം പക്ക സ്കാം ആണെന്ന് തന്നെ പറയാം. അനുഭവമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ പോയിന്റോട് തിരിച്ചു വരാം. ഷെയർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആണ് വെൻ കമ്പയർ ടു ട്രേഡേഴ്സ്. സ്റ്റോക്ക് ട്രേഡിംഗ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റിംഗ് ആയിട്ട് ഇത് രണ്ടും കൂടെ കമ്പയർ നിങ്ങൾ എവിടെ വല്ല റിസർച്ച് നോക്കിയോ ഏറ്റവും കൂടുതൽ പൈസ ഒരു 10 കൊല്ലോ 30 കൊല്ലോ ഒരാളുടെ ലൈഫ് ടൈം എടുക്കും. ആ ഒരാളുടെ ലൈഫ് ടൈം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് ആണ്. ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ട്രേഡ് ചെയ്യുന്നതാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും, പക്ഷേ ഉറപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് വരിക. അതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. കാരണം ഇത് ഞാൻ ഡേറ്റയുടെ ബേസിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിലോ ChatGPT ആരോട് വേണ്ട നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ലോകത്ത് പൈസ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സാണ്. അതായത് കൺസിസ്റ്റൻസിയുടെ ബേസിലാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും എമൗണ്ട് എന്നല്ല പറഞ്ഞത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏതൊരാൾക്കും റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിംഗ് തന്നെയാണ്. പിന്നെ ഈ ഒരു പോയിന്റ് നിങ്ങൾ നേരെ തിരിച്ചാലോചിക്കുക. ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കുന്നത് ട്രേഡേഴ്സാണ്. അതായത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കുന്ന ട്രേഡേഴ്സാണ്. അതിൻ്റെ പ്രധാന കാര്യം ഇതാണ്, ഏറ്റവും കൂടുതൽ സൈക്കോളജി നമുക്ക് അഫക്റ്റ് ആകുന്ന സംഭവമാണ് ട്രേഡിംഗ്. അത് മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. വെൻ കമ്പയർ ടു ഇൻവെസ്റ്റിംഗ് ഹൈ റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും പഠിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഷോർട്ട് ടൈമിൽ നല്ല രീതിയിൽ നഷ്ടം വരും. ആ ഷോർട്ട് ടൈമിൽ നഷ്ടങ്ങളെല്ലാം കൂട്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും ലോങ് ടൈമിൽ വലിയൊരു നഷ്ടമായിട്ട് വരും. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നഷ്ടം വരുന്ന സാധ്യത വളരെ, അതായത് 100 പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 80% ആൾക്കാർക്കും ലാഭം ഉണ്ടായിട്ട് മാത്രമേ ഉള്ളൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടിക്കത്. ഇനി ഇൻ കേസ് അവരുടെ മണി മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി പൂട്ടിപ്പോകും, അല്ലെങ്കിൽ അവരുടെ അനാലിസിസ് കൃത്യമല്ലാത്തതുകൊണ്ട്, കൃത്യമായ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നഷ്ടം വന്നിരിക്കുന്നത്. പക്ഷേ ഒരു പെർസെൻറ്റേജ് അളവിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ള ട്രേഡിങ്ങിനാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലാഭം കിട്ടിയിട്ടുള്ളത് ഇൻവെസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ട്രേഡിംഗ് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, ട്രേഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത്. പക്ഷേ ഇൻവെസ്റ്റിംഗ് മസ്റ്റായിട്ടും ചെയ്യുക. കാരണം ഇൻവെസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഷെയർ മാർക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഏതിനകത്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോക്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, കമ്മോഡിറ്റിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, ബോൺസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് വേണം, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനെല്ലാം അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഷെയർ മാർക്കറ്റ് വെച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ച് റിസ്ക് എടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ട്രേഡിങ്ങിലോട്ട് മാറുക. ഇത് രണ്ടും കൂടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ റിയാലിറ്റിയോട് വരാം. അതായത് സ്റ്റോക്ക് ട്രേഡേഴ്സിനെ ഓപ്ഷൻ ട്രേഡേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കുന്ന സ്റ്റോക്ക് ട്രേഡേഴ്സാണ്. പക്ഷേ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. നിങ്ങൾ ഏത് ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൂം ചെയ്യുന്നത് ഓപ്ഷൻസ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ റിട്ടേൺ, റേറ്റ് ഓഫ് റിട്ടേൺ വളരെ കൂടുതലാണ് ഓപ്ഷൻസ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്ഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. വളരെ കുറച്ച് ക്യാപിറ്റലിൽ കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരുമില്ല, മനസ്സിലായോ? അതുകൊണ്ട് ആ ഒരു നമ്മുടെ ഒരു ഗ്രീഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസ് കൊണ്ട് എത്തിക്കുന്നത് തന്നെ. പക്ഷേ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഡീസൻ്റ് ആയിട്ട് റിട്ടേൺ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ട് അവർക്ക് ഗ്രീഡൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല സൈക്കോളജിക്ക് ഉള്ള ആൾക്കാർ അവർ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും അവർക്ക് റിട്ടേൺ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അവർ ഉറപ്പായിട്ടും സ്റ്റോക്സിനകത്ത് ട്രേഡ് ചെയ്യും. സ്റ്റോക്സിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓപ്ഷൻസിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്ട്രെസ് ഉണ്ടാക്കത്തില്ല. സ്ട്രെസ്സാണ് നമ്മുടെ ഡിസിഷൻസ് തെറ്റിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് കുറഞ്ഞ ട്രേഡിംഗ് സ്റ്റൈലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസിൽ വളരെ സ്ട്രെസ് കുറഞ്ഞ ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. പക്ഷേ ഒരു 100 പേരെടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു 60% ആൾക്കാർക്കും സ്റ്റോക്സിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരു ബിഗിനറിൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ സംസാരിക്കും. എന്തുകൊണ്ടാണ് അവർക്ക് സ്റ്റോക്സ് ഓപ്ഷൻസിനൊക്കെ ബെറ്റർ ആണെന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ആണിക്കൽ എന്ന് പറഞ്ഞ സൈക്കോളജിയാണ്. ആ സൈക്കോളജി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡെവലപ്പ് എടുത്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്റ്റോക്സിനകത്ത് ട്രേഡ് ചെയ്യുക. അവിടെ ഇമോഷൻസ് വളരെ കുറവായിരിക്കും, കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, റിസ്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സൈക്കോളജി ഡെവലപ്പ് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സംഭവം സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം ലെസ് സ്ട്രെസ്സാണ്. ഓപ്ഷൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹൈ സ്ട്രെസ് വരും.
നമ്മുടെ തലച്ചോറ് പുകഞ്ഞ് നിൽക്കും ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ നിങ്ങൾ സ്റ്റോക്സിനകത്ത് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും സ്ട്രെസ് നിങ്ങൾക്ക് വരത്തില്ല. കാരണം സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് അധികം ചാഞ്ചാടത്തില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടായാലും നിങ്ങൾക്ക് അത്രയ്ക്ക് ഇമോഷണലി നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു യൂഫോറിയ ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷൻസ് സ്വിച്ച് ചെയ്യത്തില്ല. ഇപ്പോൾ ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കുറച്ച് സമയം എടുത്തായിരിക്കും. ഇപ്പോൾ പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ കുറച്ച് സമയം എടുത്തായിരിക്കും. ടൈം കൂടുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്ഷൻസിൽ അങ്ങനെയല്ല. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഒരു 10-30 പോയിന്റ് ഇടുവാണെങ്കിൽ സ്പോട്ടിൽ 1-2 സെക്കൻഡുകളിൽ തന്നെ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സ്റ്റോക്സിനകത്ത് ട്രേഡ് ചെയ്ത് പഠിക്കുക. പിന്നെ ഇപ്പോൾ അടുത്ത കാര്യം കൺസിസ്റ്റൻസി ആണ്. അതായത് സ്റ്റോക്സിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഓപ്ഷൻസ് ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഗുഡ് സ്ട്രാറ്റജീസ് ആണ്. സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ 18,000 സ്റ്റോക്സ് ഉണ്ട്. ഇപ്പോൾ NSE-ലാണെന്നുണ്ടെങ്കിൽ 2,500 മേളിൽ സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റോക്സിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ ഓപ്ഷൻസ് ചെയ്യുന്നത് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും. അപ്പോൾ അവിടെ ഓപ്ഷൻ സെല്ലിങ്ങിലൊക്കെ ആയിരിക്കും നല്ല റിട്ടേൺ കിട്ടുന്ന സ്ട്രാറ്റജിയൊക്കെ ഉള്ളത്. പിന്നെ ഇതിനകത്ത് ആകെ ഒരു കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്യാപിറ്റൽ കുറച്ച് അധികം വേണമെന്നല്ല. പക്ഷേ അതൊരു കുഴപ്പമല്ല. ഒരു രീതി നോക്കിയാൽ അതൊരു ഗുണമാണ്. കാരണം വെച്ചാൽ ക്യാപിറ്റൽ കൂടുതൽ വേണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റോക്സിനകത്ത് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലോസ് വന്നാൽ പെർസെൻറ്റേജ് ലോസ് വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ഓപ്ഷൻസിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ 50% അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് കാണത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കയ്യിലുള്ള പൈസ പെട്ടെന്ന് ഇല്ലാതാകാനുള്ളൊരു സാധ്യത ഓപ്ഷൻസ് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ സംസാരിക്കാം. ഇൻ്റർമീഡിയറ്റ് ആകുമ്പോൾ നിങ്ങൾ കുറച്ചൊരു സൈക്കോളജി ഒക്കെ സെറ്റായി നിൽക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്റ്റോക്സിനകത്ത് ട്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് ഓപ്ഷൻസിനകത്ത് ട്രേഡ് ചെയ്യാം. പല പല പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ കുറച്ച് നാളൊക്കെ ചെയ്ത് നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡായി നല്ലൊരു പ്രോ ആയി മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാംബ്ലിംഗ് വരെ ചെയ്യാൻ പറ്റും. കാരണം പ്രൊഫഷണൽസ് ഒരുപാട് ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവരുടെ സൈക്കോളജി ഒരിക്കലും അഫക്റ്റ് ചെയ്യാറില്ല. കാരണം നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സമയങ്ങൾ അല്ലെങ്കിൽ ചിലപ്പം വലിയൊരു ഫാൾ ഉണ്ടാകുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ബൂം ഉണ്ടാകുന്ന സമയത്തൊക്കെ കുറച്ച് ക്യാപിറ്റൽ മാറ്റി വെച്ച് ഗാംബ്ലിങ്ങിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ ഓർ സീറോ ട്രേഡുകളൊക്കെ ഇല്ലേ, അതൊക്കെ പ്രൊഫഷണൽസ് ചെയ്യാറുണ്ട്. അവർ വല്ലപ്പോഴൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷേ അത് ഉറപ്പായിട്ട് അവർക്ക് നല്ല റിട്ടേൺ ഉണ്ടാക്കി തരുന്നുമുണ്ട്. കാരണം അവരുടെ ക്യാപിറ്റലിനെ ഒന്നും അത് ബാധിക്കാറുമില്ല. അപ്പം പ്രൊഫഷണൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം. ഇനിയിപ്പോൾ മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള റിയാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോക്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, കമ്മോഡിറ്റി ഉണ്ട്, ഫോറക്സ് ഉണ്ട്. ഇതിനകത്ത് ഏതാണ് ട്രേഡ് ചെയ്യുന്നത് ബെറ്റർ എന്നുള്ളതാണ്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാൻ പറ്റും. ഈ ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 5 സാധനങ്ങളുടെയും റിട്ടേണും കൺസിസ്റ്റൻസിയും റിസ്ക്കും ഇത് തമ്മിലാണ് ഒരു സംഭവം ഉള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയെടുക്കുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. ആദ്യം തന്നെ സ്റ്റോക്സിലോട്ട് വരാം. സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും റിട്ടേൺ വളരെ കുറവായിരിക്കും. വളരെ കുറവ്, നല്ലൊരു മോഡറേറ്റ് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ കൺസിസ്റ്റൻസി വളരെ കൂടുതലായിരിക്കും. റിസ്ക് എന്ന് പറയുമ്പോൾ ലോ റിസ്ക് ആണ് വെൻ കമ്പയർ ടു മറ്റ് സെഗ്മെൻറ്റുകൾ. ഇനിയിപ്പോൾ ഓപ്ഷൻസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഓപ്ഷൻസിന് ഹൈ റിട്ടേൺസ് ആണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. മാത്രമല്ല റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ടൈം ഡിക്കേയും ലിവറേജും ഒക്കെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് തന്നെ ഓപ്ഷൻസിനകത്ത് നിങ്ങൾക്ക് കുറച്ച് റിസ്ക് കൂടുതലാണ്. ഇനിയിപ്പോൾ ക്രിപ്റ്റോയിലോട്ട് നോക്കാം. ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ വെരി ഹൈ റിട്ടേൺ ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്, വെരി ഹൈ റിട്ടേൺ. നമ്മളെല്ലാം വെരി ഹൈ റിട്ടേൺ ഉള്ള സ്ഥലത്തോട്ട് കൂടുതൽ അട്രാക്ട് ആവും. അതൊരു മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. പക്ഷേ അവിടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. മാത്രമല്ല ഹ്യൂജ് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ അവിടെ ഹൈ റിസ്ക് ആണ്. ആ ഒരു ഹൈ റിസ്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് കമ്മോഡിറ്റിയാണ്. കമ്മോഡിറ്റി നമുക്ക് അറിയാൻ പറ്റും ഹൈ റിസ്ക് തന്നെയാണ്. പക്ഷേ കൺസിസ്റ്റൻസി അത്ര മോശമൊന്നുമില്ല. അതൊരു മോഡറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. റിസ്ക് വെൻ കമ്പയർ ടു സ്റ്റോക്സ് കുറച്ച് ഹൈ ആണ് ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റിലോട്ട് നോക്കാം. ഫോറക്സ് മാർക്കറ്റിലാണ് റിട്ടേൺ കുറച്ച് ഹൈ ആണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്. അതിൻ്റെ റിസ്ക്കും കുറച്ച് ഹൈ ആണ്. പക്ഷേ ഫോറക്സ് മാർക്കറ്റിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫോറക്സ് മാർക്കറ്റിൻ്റെ വോളിയം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഫോറക്സ് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് ഫോറക്സ് മാർക്കറ്റിന്. ഇനിയാണ് നമ്മുടെ പ്രധാന പോയിന്റിലോട്ട് വരുന്നത്. ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തിനാണ് കാണിച്ചു പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഉറപ്പായിട്ട് സഹായിക്കും. ഇനിയാണ് നിങ്ങളുടെ സൈക്കോളജിയിലോട്ട് വരുന്നത്. നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, ഇൻ്റർമീഡിയറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്താണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എത്രയാണ് നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എത്രയാണ് നിങ്ങൾക്ക് ട്രേഡിംഗ് ക്യാപിറ്റൽ കൊണ്ടുവരാൻ പറ്റുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 3 കാര്യം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇത് 3 നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് സെഗ്മെൻറ്റാണ് ട്രേഡിംഗ് നിങ്ങൾക്ക് ബെറ്റർ, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എത്രയൊക്കെ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ഈ ഒരു ടേബിളും വെച്ച് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഏത് സെഗ്മെൻറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആദ്യത്തെ ഒരു ബിഗിനർ സ്റ്റേജിൽ നിങ്ങൾ ഏതാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനുശേഷം കുറച്ച് ഒന്ന് എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ ഏതിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് കൃത്യമായിട്ട് നിങ്ങളൊരു ബുക്കും പേപ്പറോട് എഴുതി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ജേണി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനിയുള്ള സംഭവം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പ്രാക്ടീസാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അതായത് ട്രേഡിംഗ് നിങ്ങളെ ആർക്ക് വേണം പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ അത് സ്വന്തമായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബ് നോക്കിയാലോ
അല്ലെങ്കിൽ പെയ്ഡ് കോഴ്സായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പെയ്ഡ് കോഴ്സൊക്കെ എടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ലോകത്തുള്ള ആര് നിങ്ങളെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അതിനകത്ത് റിട്ടേൺ ഉണ്ടാക്കണം നിങ്ങൾ തന്നെ വിചാരിക്കണം. അതായത് ഞാൻ പല വീഡിയോക്കകത്തും പറയുന്നുണ്ട്, ഒരു സ്പോർട്സുമായിട്ട് വേണം നിങ്ങളിത് കമ്പയർ ചെയ്യാൻ വേണ്ടി. അതായത് ഇപ്പോൾ ഒരു നല്ലൊരു കോച്ചിനായിട്ട് നിങ്ങൾ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് കോച്ചാണ് ഉള്ളത്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താൽ പ്രാക്ടീസ് ചെയ്യത്തില്ല എന്നുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ട്രേഡിങ്ങിലും സംഭവിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് കോച്ചിനായിട്ട് റിപ്പോർട്ട് കോച്ചിങ് എടുത്തെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് എലവേറ്റ് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എക്സ്ട്രീം ലെവലിൽ നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം പ്രാക്ടീസിലാണ് പ്രധാന സംഭവം മൊത്തം ഇരിക്കുന്നത്. ഏത് കാര്യങ്ങളാണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ സോർട്ട് ഔട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ നിങ്ങൾ ഏതിലാണ് ട്രേഡ് ചെയ്യേണ്ടത്, എത്രയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ, എന്തൊക്കെയാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറും പേന എടുത്ത് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ട്രേഡിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്ക് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ട്രേഡർ ആകാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് ആകാൻ പറ്റും. ഇതാണ് ഇതിനാകെയുള്ളൊരു വഴി. അല്ലാതെ തന്നെ ഷോർട്ട് കട്ട് മെത്തേഡിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നിലനിൽക്കത്തില്ല. കാരണം ഷോർട്ട് കട്ട് മെത്തേഡിൽ കൂടെയാണ് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ക്യാഷ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഹ്യൂജ് ആയിട്ട് ഒരു പൈസ നിങ്ങളുടെ കയ്യിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ മണി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പല ആൾക്കാരും നാട്ടിൽ ഇപ്പം ലോട്ടറി ഒക്കെ അടിച്ച ആൾക്കാരുണ്ടല്ലോ. ലോട്ടറി അടിച്ച ആൾക്കാർക്ക് അത്രയും വലിയ പൈസ കിട്ടുമ്പോഴത്തേക്കും അവർക്കത് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. അവർ ദൂർത്തടിക്കും, അവസാനം വലിയ കടക്കണിലോട്ടോ ആത്മഹത്യയിലൊക്കെ ചെന്ന് എത്തിക്കുന്ന പരിപാടി കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ സംഭവമെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പം പതുക്കെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുത്താൽ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ പൈസ എങ്ങനെ വിനിയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മളെ ഒരു ബെറ്റർ പേഴ്സണായിട്ട് മാറ്റുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന റിട്ടേണും കൂടും. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഒരു ബെറ്റർ ട്രേഡർ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഏതൊരു മനുഷ്യനും ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്ന സ്ഥലത്താണ് നിങ്ങൾ സൈക്കോളജി മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പിടികിട്ടിയോ? അവിടെ നമ്മുടെ ഒരു പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റാൻ പറ്റും. നമ്മൾ റിട്ടേൺസ് കൂടും, അടിപൊളിയാകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല റിട്ടേണൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല റിട്ടേൺ ഉണ്ടാക്കുക, നല്ല ലൈഫ് ലീഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.